നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വല്ലപ്പുഴ കുറുവട്ടൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിലിടിച്ചായിരുന്നു അപകടം. പാലക്കാട് വല്ലപ്പുഴയിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. വല്ലപ്പുഴ കുളപ്പുള്ളി പാതയിൽ കുറുവട്ടൂരിലാണ് ഇന്നലെ വൈകുന്നേരം അപകടമുണ്ടായത്. ഒറ്റപ്പാലം 19 മൈൽ മാതേശ്ശേരിപ്പടി തങ്കപ്പന്റെ മകൾ 18 വയസ്സുകാരി ദിജിഷയാണ് മരിച്ചത്. ഇന്ന് രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ചൂരക്കോട് നിന്നും സുഹൃത്തുമായി ഒറ്റപ്പാലത്തേക്കുള്ള യാത്രയിലാണ് അപകടമുണ്ടായത്. കുറുവട്ടൂരെത്തിയപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ആൺസുഹൃത്തിന്റെ മൊബൈൽ ഫോൺ റോഡിൽ വീഴുകയും സ്കൂട്ടർ നിർത്തി മൊബൈൽ ഫോൺ എടുക്കാൻ പോയ സമയത്ത് ദിജിഷ അബദ്ധത്തിൽ സ്കൂട്ടറിന്റെ ആക്സിലേറ്റർ തിരിക്കുകയും നിയന്ത്രണം വിട്ട സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തുടർന്ന് നാട്ടുകാരും സുഹൃത്തും ചേർന്ന് ദിജിഷയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ചാലിശ്ശേരി പട്ടാമ്പി പാതയിൽ അപകടങ്ങൾ പതിവാകുന്നു. ഒരാഴ്ചക്കിടെ മാത്രം നടന്നത് 5ലധികം വാഹനാപകടങ്ങൾ. കഴിഞ്ഞ മാസം 30 രാത്രി 10:30 ചാലിശ്ശേരി വട്ടത്താണിയിൽ കാറും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് യാത്രക്കാരനായ കോട്ടോൽ സ്വദേശി അനസിനെ പരിക്കേറ്റു. ഇതേ സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുൻപ് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ച ഷെരീഫിനും അപകടത്തിൽ പരിക്കേറ്റിരുന്നു. മാസങ്ങൾക്ക് മുൻപാണ് പള്ളിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയ ബൈക്കിൽ കാറിടിച്ച് വ്യാപാരി മരിച്ചത്. മണ്ണുകയറ്റി വന്ന ലോറി കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന കക്കാട്ടിരി സ്വദേശി സിദ്ദീഖിന്റെ കുടുംബവും അപകടത്തിൽപ്പെട്ടു. ഈ അപകടത്തിൽ വീട്ടുകാർ രക്ഷപ്പെട്ടെങ്കിലും കാറിന്റെ ഡോറും മുൻഭാഗവും തകർന്നു. ഒരാഴ്ചയ്ക്ക് മുൻപ് ഇതേ സ്ഥലത്താണ് ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് കൂറ്റനാട് സ്വദേശി അപകടത്തിൽപ്പെട്ടത്. ചാലിശ്ശേരിയിലെ ഫുട്ബോൾ മത്സരം കണ്ടു മടങ്ങുകയായിരുന്ന പെരിങ്ങന്നൂർ സ്വദേശികൾ അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച രാത്രി 10-നാണ്. 2 ആഴ്ച മുമ്പ് വാവന്നൂർ സെന്ററിൽ കാർ അപകടത്തിൽപ്പെട്ട് വാഹനം തലകീഴായി മറിഞ്ഞു. കൂട്ടുപാത സെന്ററിലും മാട്ടായ ഇറക്കത്തിലും മാർച്ചിൽ മാത്രം 6ഓളം അപകടങ്ങളുണ്ടായിട്ടുണ്ട്. റോഡിന്റെ വീതി കുറവും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുമെല്ലാം വാഹനാപകടങ്ങൾ വർദ്ധിക്കാൻ ഇടവരുത്തുന്നുണ്ട്. റോഡ് സുരക്ഷാ വിഭാഗത്തിന്റെ പട്ടികയിൽ സ്ഥിരമായി അപകട സാധ്യതയുള്ള മേഖലകളിലൊന്നാണ് കൂട്ടുപാത മാട്ടായ ഇറക്കം. എന്നാൽ എവിടെയും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ല. വാവന്നൂർ ഹൈസ്കൂളിന് മുന്നിൽ റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ കുട്ടികൾ പെടാപ്പാടുപെടണം. കൂറ്റനാട് ചില ഭാഗത്ത് താൽക്കാലിക ഡിവൈഡറുകളുണ്ടെങ്കിലും അപകടരഹിതമായ ക്രമീകരണങ്ങൾ എവിടെയുമില്ല. ചാലിശ്ശേരി പട്ടാമ്പി പാത 25 വർഷമായി ഒരേ സ്ഥിതിയിലാണുള്ളത്. റോഡിന്റെ വീതി കുറവ്, വളവുകൾ, കയറ്റിറക്കങ്ങൾ എന്നിവ പാതയുടെ പ്രശ്നങ്ങളാണ്. 2 സംസ്ഥാന പാതകളായ പൊന്നാനി പാലക്കാട് പാതയും നിലമ്പൂർ പെരുമ്പിലാവ് പാതയും കൂറ്റനാട് സംഗമിക്കുന്നുണ്ട്. കൂറ്റനാട് നഗരവികസനത്തിന് 13.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതി വെളിച്ചം കാണുന്നില്ല. 2024 ജനുവരി 5 ബന്ധപ്പെട്ടവരുടെ യോഗം മന്ത്രി MP രാജേഷിന്റെ അധ്യക്ഷതയിൽ വിളിച്ചതല്ലാതെ കാര്യമായ നടപടി ഒന്നുമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെ റോഡിന്റെ നവീകരണത്തിനായി കഴിഞ്ഞ ബജറ്റിൽ 56.24 കോടി രൂപ വകയിരുത്തിയതായി പ്രഖ്യാപനമുണ്ടായെങ്കിലും പ്രാവർത്തികമാക്കാൻ എത്ര കാലം വേണ്ടിവരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. നിലമ്പൂർ പെരുമ്പിലാവ് പാതയിൽ കൂറ്റനാട് ടൗണിൽ വിവിധ സ്ഥലങ്ങളിൽ അഴുക്കുചാലുകളിലെ സ്ലാബുകൾ തകർന്നിരിക്കുന്നത് അപകട ഭീഷണിയാകുന്നു. ഗുരുവായൂർ റോഡിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ ഇത്തരത്തിൽ 5ലധികം കുഴികളാണ് കാൽനട വാഹനയാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി വാഹനങ്ങളാണ് രാത്രികാലങ്ങളിൽ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടത്. അഴുക്കുചാലിന് മുകളിൽ സ്ലാബില്ലാതായിട്ട് 1.5 വർഷമായെന്നും അപകടങ്ങൾ ഇവിടെ പതിവാണെന്നും ആശുപത്രിക്ക് സമീപമുള്ള ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു. കുഴിയിലേക്ക് വാഹനങ്ങൾ വീഴാതിരിക്കുവാൻ നാട്ടുകാർ കുഴിയിൽ ഉണങ്ങിയ മരച്ചിലകൾ അടയാളമായി വെച്ചിരിക്കുകയാണ്. നാഗലശ്ശേരിയിൽ വീട്ടുവളപ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. നാഗലശ്ശേരി പഞ്ചായത്ത് 1-ാം വാർഡിൽ കള്ളിവളപ്പിൽ റോഡിൽ ചിറ്റിലങ്ങാട്ട് കൃഷ്ണകുമാറിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വാർഡ് മെമ്പർ ഇന്ദിര, പാമ്പ് പിടുത്തക്കാരൻ സുധീഷ് കൂറ്റനാടിനെ വിവരമറിയിക്കുകയും വനംവകുപ്പ് റെസ്ക്യൂ വാച്ചർ കൂടിയായ സുധീഷ് എത്തി മലമ്പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിലേക്ക് തുറന്നുവിട്ടു. സിവിൽ ജോലികൾ അവസാന ഘട്ടത്തിലായിട്ടും മെക്കാനിക്കൽ വിഭാഗം ജോലികൾ ആരംഭിക്കാൻ കഴിയാതെ കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ. പദ്ധതിയുടെ മെക്കാനിക്കൽ ജോലികളുടെ റിവേഴ്സ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടും സർക്കാർ അംഗീകാരം ലഭിക്കാത്തതാണ് തടസ്സം. 6 മാസം മുൻപാണ് അനുമതി തേടി റിവേഴ്സ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചത്. ഗുജറാത്ത് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിക്കാണ് മെക്കാനിക്കൽ ജോലികളുടെ ചുമതല.
മെക്കാനിക്കൽ വിഭാഗം ജോലികൾ തുടങ്ങിയാൽ മാത്രമേ റെഗുലേറ്ററിന്റെ അവശേഷിക്കുന്ന സിവിൽ ജോലികളടക്കം തുടങ്ങാൻ കഴിയൂ. ഷട്ടർ, മോട്ടോർ, നടപ്പാത, വാഷ്റൂം ഉൾപ്പെടെയുള്ള ജോലികളാണ് മെക്കാനിക്കൽ വിഭാഗത്തിൽ ഉൾപ്പെടുക. തൂണുകളുടെ നിർമ്മാണം, എപ്രണുകൾ, സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയുള്ള ജോലികളാണ് സിവിൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. 19 തൂണുകളുള്ള റെഗുലേറ്ററിന്റെ ഒരു തൂണിന്റെ ഉയരം വർദ്ധിപ്പിക്കുന്ന ജോലി കൂടി കഴിഞ്ഞാൽ സിവിൽ ജോലികൾ പൂർത്തിയാകും. 35 കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിച്ചത്. ആനക്കര, പട്ടിത്തറ, പരുത്തൂർ, ഇരുമ്പിളയം ഉൾപ്പെടെ 4 പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്നതാണ് പദ്ധതി. പദ്ധതിയെ ആശ്രയിച്ച് വിവിധ പഞ്ചായത്തുകളിൽ ജലസേചന, ശുദ്ധജല പദ്ധതികളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. ഇരുമ്പിളയം, കാരമ്പത്തൂർ ശുദ്ധജല പദ്ധതികളുടെ ജലസ്രോതസ്സു കൂടിയാണ് കൂട്ടക്കടവ് പദ്ധതി പ്രദേശം. ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിന് മുതുതലയിൽ തുടക്കമായി. കേരള സന്തോഷ് ട്രോഫി താരം NS ഷിഖിൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 6 വരെ മുതുതല UP സ്കൂളിലാണ് 17ാമത് ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിനിധീകരിക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കേരള സന്തോഷ് ട്രോഫി താരം NS ഷിഖിൽ ഉദ്ഘാടനം ചെയ്തു. ഡോഡ്ജ് ബോൾ അസോസിയേഷൻ സെക്രട്ടറി ഇളയരാജ അധ്യക്ഷത വഹിച്ചു. അരുൺ ഉണ്ണികൃഷ്ണൻ ദാസ്, PS ബ്രോർ, മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീഹരി, ലക്ഷ്മി പരബ്, ജഗദീഷ് അഞ്ചൽ, PJ ശോഭി, സതീഷ് കുമാർ, MP രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. രാജ്യത്തെ 20ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. 350ലധികം കായിക താരങ്ങളാണ് ആവേശകരമായ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്തൊരുക്കുന്ന 3ാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിലെ സെമിഫൈനൽ മത്സരങ്ങൾ തിങ്കളാഴ്ച നടക്കും. കഴിഞ്ഞ മത്സരങ്ങളിൽ പന്തിന്റെ ചലനങ്ങളോടൊപ്പം താരങ്ങളുടെ മികവും ആരാധകരുടെ ആവേശവും സ്റ്റേഡിയത്തെ ഫുട്ബോൾ ഉത്സവത്തിന്റെ നിറം സാക്ഷ്യപ്പെടുത്തലായി. അവസാന ക്വാർട്ടർ മത്സരത്തിൽ മാധ്യമപ്രവർത്തകരായ KMPU രക്ഷാധികാരിയും കൂറ്റനാട് പ്രസ് ക്ലബ് പ്രസിഡന്റുമായ C. മൂസ പെരിങ്ങോട്, കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി, KMPU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, അംഗങ്ങളായ TV അബൂബക്കർ, ഷിബിൻ കോക്കാട്, മുൻ ചാലിശ്ശേരി പഞ്ചായത്ത് അംഗം സുധീഷ് എന്നിവർ മുഖ്യാതിഥികളായി ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. ത്രെഡ് വർക്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ രേവന്ത് എടപ്പാൾ തയ്യാറാക്കിയ CR7ന്റെ ഫോട്ടോ ക്ലബിന് കൈമാറി. പാലക്കാട് ജില്ലാ ടീമിലെ അംഗം സഞ്ജയ് കൃഷ്ണയെയും ചടങ്ങിൽ ആദരിച്ചു. അവസാന ക്വാർട്ടർ മത്സരത്തിൽ ഫിഫ മഞ്ചേരിയും FC തെന്നലയും തമ്മിൽ ഏറ്റുമുട്ടി 1-2 ഗോളുകൾക്ക് ഫിഫ മഞ്ചേരി വിജയിച്ച് സെമിയിലേക്ക് പ്രവേശിച്ചു. മെയ് 5 തിങ്കളാഴ്ച രാത്രി ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ സബാൻ കോട്ടയ്ക്കലും റോയൽ ട്രാവൽസ് കോഴിക്കോടും തമ്മിൽ ഏറ്റുമുട്ടും. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നായി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആയിരങ്ങളാണ് രാത്രിയിൽ കാൽപന്ത് കളിയുടെ കരുത്തും സുന്ദര ചുവടുകളും കാണാൻ ക്ഷേത്രമൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. കായിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം 2025 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായിക രംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ടൂർണമെന്റിന് ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദിവേ എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത്. ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ഉത്സവാഘോഷങ്ങൾക്ക് മുന്നോടിയായി നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിനിർഭരമായി. ഞാങ്ങാട്ടിരി
അങ്ങാട്രി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനാണ് തുടക്കമായത്. കഴിഞ്ഞ ദിവസം കലവറ നിരക്കൽ ഘോഷയാത്രയും നടന്നു. മെയ് 11 വരെയാണ് ഉത്സവം കൊണ്ടാടുന്നത്. ക്ഷേത്രം തന്ത്രി ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 11 വലിയാറാട്ടോടെ ഉത്സവം സമാപിക്കും. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് പേട്ടക്കാരൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിരക്കൽ ഘോഷയാത്ര തുടങ്ങിയത്. ഉത്സവ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും നടക്കും. കൂടാതെ എല്ലാ ഉത്സവ ദിനങ്ങളിലും അന്നദാനവും ഉണ്ടായിരിക്കും. ഓങ്ങല്ലൂർ വാടനാംകുറിശി ആരഭി കലാസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വേനൽ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. 10 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടത്തുന്നത്. പൂക്കാം തളിർക്കാം എന്ന തലക്കെട്ടിലാണ് വാടാനംകുറിശി ഗ്രന്ഥശാലയിൽ ബാലവേദി കൂട്ടുകാർക്കായി അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. CR ദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ദർശന മുഖ്യാതിഥിയായി. സത്യനാഥ്, ജലജ ശശികുമാർ, പത്മശ്രീ, ഹരിദാസൻ, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 2 മുതൽ 11 വരെയാണ് ക്യാമ്പ് നടത്തുന്നത്. കഥാരചന, കവിതാരചന, ചിത്രരചന, നാടകക്കളരി, നാടൻപാട്ട് തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുന്നത്. ദിവസവും വൈകിട്ട് 4 മുതൽ 8 വരെയാണ് ക്യാമ്പ്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള RB പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള 100ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ സർഗശേഷി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വാനോളം എത്തുവാൻ കൂട്ടുകാരെ, പക്ഷെ കൂട്ടുകാരെ വാനോളെത്തിയാൽ പോരാ, പ്രപഞ്ചത്തോളം എത്തിയാൽ പോരാ, പ്രപഞ്ചങ്ങളോളം നിങ്ങൾ എത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഉദ്ഘാടനം ഇപ്പം ഞാൻ കുട്ടികളുടെ അടുത്ത്, ഞാൻ FB പോസ്റ്റിലും എഴുതുന്നുണ്ട്, കുട്ടികളുടെ അടുത്ത് കഥയും കവിതയും കുട്ടികൾക്ക് മുതിർന്നവരും ഞങ്ങൾക്ക് കളിയും ചിരിയും എല്ലാവർക്കും എന്നാണ് ഇപ്പം അതിൽ അവതരിപ്പിക്കുന്നത്. അതിൽ ഒരു ചെറിയ കഥയും ഒരു പാട്ടും പാടി നമുക്ക് ഇത് ഉദ്ഘാടനം ആദ്യം നിർവഹിക്കാം. പിന്നെ ഇതിലൊക്കെ പറയണത് കേട്ട് കുമരനെല്ലൂരിൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. TM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ P രാജീവ്, CH ഷൗക്കത്ത് അലി, P ബാലൻ, K ബാബു നാസർ, P മാധവദാസ്, VP ഫാത്തിമ, റഷീദ് കോഴിക്കര, OK ഫാറൂഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.